ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൽസ കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നോൺ ബേക്ക് പാഷൻ ഫ്രൂട്ട് ചീസ് കേക്കാണ്. അപ്പോൾ നമുക്ക് നോക്കാം. കേക്കിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ചോക്ലേറ്റ് ചിപ്സ് കുക്കീസ് ഒരു 10 എണ്ണം, നമുക്ക് ഇഷ്ടമുള്ള ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ക്രീം ചീസ് 250 ഗ്രാം, 5 പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പ്, പാല് 80 ml, വിപ്പിംഗ് ക്രീം 200 ഗ്രാം, ഫ്രഷ് ക്രീം 2 ടീസ്പൂൺ, ബട്ടർ 2 ടീസ്പൂൺ, ജലാറ്റിൻ 30 ഗ്രാം, പൗഡർഡ് ഷുഗർ 50 ഗ്രാം. 3 ലെയറിലാണ് നമ്മൾ ഈ ചീസ് കേക്ക് ഉണ്ടാക്കുന്നത്. ആദ്യം ബോട്ടം ലെയറാണ്. അതിനായി ഈ 10 ചോക്ലേറ്റ് ചിപ്സ് കുക്കീസും 2 ടീസ്പൂൺ ബട്ടറും ഇട്ട് മിക്സിയിൽ ബ്ലെൻഡ് ചെയ്ത് എടുക്കാം. ബ്ലെൻഡ് ചെയ്തെടുത്ത ബിസ്ക്കറ്റ് പൗഡർ ഇതുപോലെ പേസ്റ്റ് രൂപത്തിലായിരിക്കണം. ചീസ് കേക്ക് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന ഒരു പ്രത്യേക ടൈപ്പ് പാത്രത്തിലാണ്. സ്പ്രിംഗ് ഫോം കേക്ക് ടിൻ എന്നാണ് ഇത് പറയുന്നത്. ഇത് നമുക്ക് ബോട്ടം ലെയർ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. കേക്ക് ഈസിലി നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ബോട്ടം ലെയർ സെറ്റാക്കാം. അതിനായി നമ്മൾ പൊടിച്ചു വെച്ച ബിസ്ക്കറ്റ്സ് ടിന്നിലോട്ട് മാറ്റാം. അത് എന്നിട്ട് ലെവലാക്കണം. അപ്പോൾ നമ്മളിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ബോട്ടം ലെയർ. ഇനി നമുക്കിത് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. ഫ്രീസറിൽ വെക്കരുത്, 2 മണിക്കൂർ ഇത് സെറ്റാക്കാൻ വെക്കണം. അടുത്തതായി മിഡിൽ ലെയർ സെറ്റ് ചെയ്യാം. അതിനായി 30 ഗ്രാം ജലാറ്റിൻ 60 മില്ലി വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്യണം. അതിനായി ഡബിൾ ബോയിലിംഗ് ചെയ്യണം. ഇവിടെ ഞാൻ ചൂടുവെള്ളത്തിൽ ജലാറ്റിൻ ഡൈല്യൂട്ട് ചെയ്യാൻ വേണ്ടി ഇറക്കി വെച്ചേക്കുവാണ്. അതൊരു 10 മിനിറ്റേക്ക് മാറ്റി വെക്കണം. അങ്ങനെ 250 ഗ്രാം ക്രീം ചീസ് മിക്സി ബ്ലെൻഡ് ചെയ്ത് എടുത്തതാണ്. ഇതിലേക്ക് 3 ടീസ്പൂൺ പൊടിച്ച പഞ്ചസാര ആഡ് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യാനുസരണം വീണ്ടും ആഡ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഏകദേശം ഒരു 25 ml പാലൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി അധികം തിക്കാവാനും പാടില്ല, അധികം വാട്ടറി ആവാനും പാടില്ല. ഇതിലേക്ക് 3 പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പ് ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ഇനി ഫ്രഷ് ക്രീം ആഡ് ചെയ്യുക. നമുക്ക് ഏകദേശം 2 ടീസ്പൂൺ ആഡ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്യണം. അത് കഴിഞ്ഞ് നമുക്ക് വിപ്പിംഗ് ക്രീം എടുക്കാം. അത് ഏകദേശം ഒരു 6 ടീസ്പൂണാണ് ആഡ് ചെയ്യേണ്ടത്. ആഡ് ചെയ്ത് കഴിഞ്ഞ് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് മെൽറ്റ് ചെയ്യാൻ വെച്ച ജലാറ്റിൻ എടുക്കാം. അത് 4 ടീസ്പൂൺ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. അങ്ങനെ നമ്മുടെ മിഡിൽ ലെയറിനുള്ള ബാറ്റർ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സ് ചെയ്ത് വെച്ച ഈ ബാറ്റർ നേരത്തെ സെറ്റാക്കി വെച്ച ബോട്ടം ലെയറിലേക്ക് മാറ്റാം. ഇപ്പം മാറ്റി. ഇനി നമുക്കിത് കവർ ചെയ്യാം. ഇനി നമുക്ക് ഫ്രിഡ്ജിലേക്ക് ഇത് മാറ്റാം. ഏകദേശം ഒരു 4 മണിക്കൂർ ഇത് സെറ്റ് ചെയ്യാൻ വെക്കണം. വെള്ളം ചാടാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത് വെച്ച് പ്ലാസ്റ്റിക് കവർ വെച്ച് കവർ ചെയ്യുന്നത്. നമുക്ക് ടോപ്പ് ലെയർ സെറ്റാക്കാനുള്ള പരിപാടി നോക്കാം. ആദ്യമായിട്ട് 4 ടീസ്പൂൺ പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പ് എടുത്ത് ചൂടാക്കുക. അതിലേക്ക് 2 ടീസ്പൂൺ പൗഡർഡ് ഷുഗർ ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ലോ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കിയാൽ മതി, അധികം നേരം ചൂടാക്കണ്ട. അതിലേക്ക് ജലാറ്റിൻ മെൽറ്റ് ചെയ്യാൻ വെച്ചത് 3 ടീസ്പൂൺ ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. നേരത്തെ സെറ്റാക്കാൻ വെച്ചിരുന്ന ബാറ്റർ നമുക്ക് എടുക്കാം. ഇത് ചൂടാറിയ ശേഷം നമുക്ക് ഈ ടോപ്പ് ലെയർ നേരത്തെ സെറ്റാക്കാൻ വെച്ച ബാറ്ററിലേക്കും ഒഴിക്കാം. അങ്ങനെ നമ്മുടെ ടോപ്പ് ലെയറും സെറ്റായി. നോക്ക് എന്ത് ഭംഗിയുണ്ടെന്ന്. ഇനി പ്രത്യേകിച്ച് ഡെക്കറേഷൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത് ഇനി സെറ്റാക്കാൻ 6 മണിക്കൂർ വേണ്ടി വരും. ഇനി നമുക്ക് കവർ ചെയ്ത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അങ്ങനെ 6 മണിക്കൂർ സെറ്റാക്കാൻ വെച്ചാൽ നമ്മുടെ പാഷൻ ഫ്രൂട്ട് ചീസ് കേക്ക് റെഡിയായി. ഇനി നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. അങ്ങനെ കേക്ക് കട്ട് ചെയ്തെടുക്കാം. കേക്ക് നല്ല സോഫ്റ്റ് ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഇത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.